ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്സുകളെ പറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് ലെമൺ ട്രീ ആണ്. ലെമൺ ട്രീ ഹോട്ടൽസ്. അപ്പോൾ നമ്മൾ 2 വർഷത്തെ ഡാറ്റാസാണ് എടുത്തിരിക്കുന്നത്. വീക്ക്ലി കാൻഡിൽസ്റ്റിക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, മുമ്പ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വന്നു. എക്സാക്റ്റ് ആ പ്രീവിയസ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറണം. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ലെമൺ ട്രീ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിങ്ങിന് ബൈ എടുക്കാൻ പറ്റിയ ലെവൽസ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽസിന് താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട്. ഓക്കെ, 110 താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫണ്ടമെന്റൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫണ്ടമെന്റൽസിൽ മാർക്കറ്റ് ക്യാപ്പ് 11,226 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. അതിൽ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 175% വർധനവ് വന്നിട്ടുണ്ട്. പിന്നെ ROCയും ROEയും നോക്കുകയാണെങ്കിൽ ROC 10%, ROE 13% വിലയുണ്ട്. ഓക്കെ, പിന്നെ മെയിനായിട്ടുള്ളത് ഫ്രീ ക്യാഷ് ഫ്ലോ ആണ്. ഇപ്പോൾ ഫ്രീ ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ തന്നെ അത് 268 കോടിക്ക് ഉണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട്. പിന്നെ പിയോട്രോസ്കി സ്കോർ 8 ഉണ്ട്, നല്ലൊരു സ്കോർ തന്നെയാണ്. പിന്നെ പ്രൊമോട്ടേഴ്സും ഹോൾഡ് ചെയ്യുന്നുണ്ട്, 23.2% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റലി നോക്കുകയാണെങ്കിലും ഈ ഒരു സ്റ്റോക്സ് സ്ട്രോങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്സ് വേണമെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി നോക്കാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് സുവാരിയാണ്. ഇപ്പോൾ സുവാരി ആഗ്രോ കെമിക്കൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ അതും നമ്മൾ 2 വർഷത്തെ ഡാറ്റയാണ് എടുത്തിരിക്കുന്നത്, വീക്ക്ലി കാൻഡിൽസ്റ്റിക്സ്. നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് എപ്പോഴും നമ്മൾ വീക്ക്ലി കാൻഡിൽസ്റ്റിക്സ് ആണ് മെയിനായിട്ട് നോക്കാറ്. അപ്പോൾ ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും, മുമ്പ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ആണ് ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ഒരു സെൽ പ്രഷർ വന്നു, വീണ്ടും അവിടുന്ന് തിരിച്ചൊരു ബൈ പ്രഷർ കാണുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇത് തിരിച്ച് മുകളിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത് ഈ ഒരു ലെവൽസിനൊക്കെ താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണേണ്ടത്. ഈ ഒരു ലെവൽസിന് താഴെ, അതല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിന് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ടെല്ലാം മതി. ഓക്കെ, ഇപ്പോൾ ബൈ ലെവലാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഈ ഒരു ക്യാൻഡലിന് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ ഇതിൽ പുതിയൊരു ഹൈ ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഫണ്ടമെന്റൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ ലോ സ്റ്റോക്ക് PE റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഇത് അണ്ടർ വാല്യുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കയറി പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ROCയും ROEയും നല്ലതാണ്. അതായത് ROCE 10% മുകളിലുണ്ട്, അതിൽ ROEയും 12% മുകളിലുണ്ട്. പിന്നെ ഹെൽത്തി റിസർവ് ഉണ്ട്, അതായത് 1,552 കോടി രൂപ റിസർവ് ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. 254% വർധനവാണ് പ്രോഫിറ്റ് ഗ്രോത്തിൽ വന്നിരിക്കുന്നത്. അതിൽ ഫ്രീ ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ തന്നെ 1,643 കോടി രൂപയുടെ ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ട് കഴിഞ്ഞ 3 വർഷത്തിൽ നോക്കുമ്പോൾ. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിങ്സ് കൂടുതലാണ്, 65.3% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെന്റലും നോക്കുകയാണെങ്കിലും ഈ ഒരു സ്റ്റോക്ക് സ്ട്രോങ് തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് അരവിന്ദ് ഫാഷൻ ആണ്. അരവിന്ദ് ഫാഷൻ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു, അതിനുശേഷം ഇവിടെ നിന്ന് ഒരു സെൽ പ്രഷർ വന്നു, വീണ്ടും ആ ഒരു പോയിന്റ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണുകയാണെങ്കിൽ ഈ ഒരു ലോയ്ക്ക് താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 മാസം മുതൽ 3 മാസം വരെയെങ്കിലും ഹോൾഡ് ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ ഫണ്ടമെന്റൽസ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 6,346 കോടി ഉണ്ട്. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് 65.2% ഉള്ളത്. പിന്നെ റിസർവ് എന്ന് പറയുമ്പോൾ 851 കോടി റിസർവ് ഉണ്ട്. പിന്നെ ROCയും ROEയും നോക്കുകയാണെങ്കിൽ ROCE 13.7%, ROE എന്നുള്ളത് 4.52% ഉള്ളത്. പിന്നെ ഫ്രീ ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ 457 കോടിയാണ് ഫ്രീ ക്യാഷ് ഫ്ലോ വന്നിരിക്കുന്നത്. പിന്നെ ഡെപ്റ്റ് റിഡക്ഷൻ ഉണ്ട്, അതായത് കമ്പനി 2,163 കോടി രൂപയിൽ നിന്ന് 1,274 കോടിയിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ ഡെപ്റ്റ്സ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്ലഡ്ജ് പെർസെൻറ്റേജ് കുറവാണ്, 7.97% പ്ലഡ്ജ് പെർസെൻറ്റേജ് ഉള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിലും ഈ ഒരു സ്റ്റോക്സും സ്ട്രോങ് തന്നെയാണ് ഫണ്ടമെന്റലി. നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയൊരു സ്റ്റോക്ക് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്സ് നോക്കാം. അടുത്ത സ്റ്റോക്സ് ROH ലിമിറ്റഡ് ആണ്. റോയൽ ഓർക്കിഡ് ഹോട്ടൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ്
ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു, ഒരു സെൽ പ്രഷർ വന്നു, വീണ്ടും ഒരു ബൈ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്സ് പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി ഇത് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ ലെവലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് വരിക. ഈ ഒരു സ്വിംഗ് ലോയ്ക്ക് താഴെയായിരിക്കും സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലോയ്ക്ക് താഴെയും സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ 1152 കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്, 11% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. പിന്നെ ROCയും ROE നോക്കുകയാണെങ്കിൽ ROCE 24.5%, ROE 31.6% ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ റിസർവ് ആണെങ്കിൽ 156 കോടി റിസർവ് ഉണ്ട്. പിന്നെ OPM നോക്കുകയാണെങ്കിൽ, അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ അത് 27.6% ഉണ്ട്. പിന്നെ പിയോട്രോസ്കി സ്കോർ ആണെങ്കിൽ 9 ഉണ്ട്. അത് നല്ലൊരു സ്കോറാണ്, നല്ല ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിനാണ് ഇത് കാണിക്കുന്നത്. പിന്നെ പ്രൊമോട്ടേഴ്സ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്, 63.6% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഫണ്ടമെന്റലിയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിത് സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്ത ഇൻറ്റൻസ് ടെക്നോളജീസ് ആണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ, ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇവിടെ നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട് നടത്തിയിട്ട് അവിടുന്ന് താഴേക്ക് വന്നു മാർക്കറ്റ് ഒരു റീടെസ്റ്റ് പോലെ ഇവിടെ അപ്പ് സൈഡ് കാണിക്കുന്നുണ്ട്, ഒരു ബൈ പ്രഷർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും അപ്പ് സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് കാണുകയാണെങ്കിൽ നമ്മളൊന്ന് ഈ ഒരു ക്യാൻഡലിന് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. ഓക്കെ, അതല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലോയ്ക്ക് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫണ്ടമെന്റൽസ് നോക്കാം. അപ്പോൾ ഈ കമ്പനിയുടെ ബിസിനസ് നോക്കുകയാണെങ്കിൽ ഇത് സോഫ്റ്റ്വെയറും അതുപോലെ അതിൻ്റെ സർവീസും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് 326 കോടി രൂപയാണ്. പിന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 17.2 കോടി രൂപയാണ്. ഓക്കെ, പിന്നെ ROCE നോക്കുകയാണെങ്കിൽ 16.4% ഉണ്ട്, ROCE ഉണ്ട്. പിന്നെ പ്രൊമോട്ടേഴ്സ് 20% മുകളിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 18.7% ഉണ്ട്. ഓക്കെ, പിന്നെ പിയോട്രോസ്കി സ്കോർ നോക്കുകയാണെങ്കിൽ 3% അത് കുറവാണ്. എന്നിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫണ്ടമെന്റലി ഇത് സ്ട്രോങ് ആണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്സ് നോക്കാം. അടുത്ത എക്ലർ സർവീസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു, ഇവിടുന്ന് ഒരു സെൽ പ്രഷർ വന്നു, വീണ്ടും ഏതാണ്ട് ആ ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരാണെങ്കിൽ ഈ ഒരു ലോയ്ക്ക് താഴെയായിരിക്കും ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫണ്ടമെന്റൽ നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്സിൻ്റെ ഫണ്ടമെന്റൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 12,235 കോടി ഉണ്ട്. പിന്നെ നമ്മൾ ROCE നോക്കുകയാണെങ്കിൽ 36.5% അതുപോലെ പ്രോഫിറ്റ് 515 കോടി രൂപയാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് PE റേഷ്യോ 23.8 ആണ്. പിന്നെ പിയോട്രോസ്കി സ്കോർ 6 ആണ്. പിന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് വരുന്നത് 8.4% ആണ്. പിന്നെ ഫ്രീ ക്യാഷ് ഫ്ലോ വരുന്നത് 1112 കോടി രൂപയാണ്. ഓക്കെ, പിന്നെ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് 53.6% പ്രൊമോട്ടേഴ്സ് ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെന്റലി സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് ഇൻഡി കോമ്പസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു, അതിനുശേഷം കണ്ടോ ഇവിടെ വീണ്ടും ഒരു ബൈ പ്രഷർ വന്നിട്ടുണ്ട്, ഇവിടെ ഏകദേശം ഒരു സപ്പോർട്ട് പോലെ എടുത്തിട്ടുണ്ട്. ഈ സ്റ്റോക്ക് കണ്ടോ ഒരു സപ്പോർട്ട് പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്, അതായത് ഈ ഒരു ലെവലിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. അപ്പോൾ ഇത് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ഈ സ്റ്റോക്ക് ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2-3 തവണ ഇപ്പോൾ ആ ഹൈ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇനി ആ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട് ഇൻഡി കോമ്പോസ്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെന്റൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 652 കോടി രൂപയാണ്. അതുപോലെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 35.9 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ ROCE ആണെങ്കിൽ 3.84% ആണുള്ളത്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ റിസർവ് ആണെങ്കിൽ 941 കോടി റിസർവ് ഉണ്ട്. പിന്നെ ഈ PE റേഷ്യോ 18.2 ആണ് ഉള്ളത്. പിന്നെ പിയോട്രോസ്കി സ്കോർ 7 ആണ്, നല്ലൊരു സ്കോർ തന്നെയാണ്. പിന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് വരുന്നത് 60.7% ആണ്. പിന്നെ ഫ്രീ ക്യാഷ് ഫ്ലോ 38.6 കോടി രൂപയാണ് ഫ്രീ ക്യാഷ് ഫ്ലോ ആയിട്ട് വരുന്നത്. പിന്നെ പ്രൊമോട്ടേഴ്സ് ഇത് 75% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്.
അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഫണ്ടമെന്റലി നല്ല സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതും സിങ്ക് ട്രേഡിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് ഇൻകോമ്പോസ്. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് DP അബൂഷൻ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം ഒരുപാട് സെല്ലിംഗ് പ്രഷർ വന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊരു ബൈ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്സ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് കാണുകയാണെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഈ ഒരു ലെവൽസിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് കാണാം, അതല്ലെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫണ്ടമെന്റൽസ് നോക്കാം. അപ്പോൾ ഇത് മെയിനായിട്ട് ജ്വല്ലറി ആണ് ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1715 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. പിന്നെ ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50.1 കോടി രൂപയാണ് കഴിഞ്ഞ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അടുത്തെന്ന് പറയുകയാണെങ്കിൽ ROC 24% കാണിക്കുന്നുണ്ട്. പിന്നെ റിസർവ് 158 കോടി റിസർവ് ഉണ്ട്. പിന്നെ PE റേഷ്യോ നോക്കുകയാണെങ്കിൽ 34.2 ആണ്. പിന്നെ പിയോട്രോസ്കി സ്കോർ 8 ഉണ്ട്, അത് നല്ലൊരു സ്കോർ തന്നെയാണ്. പിന്നെ ഫ്രീ ക്യാഷ് ഫ്ലോ 30.7 ആണ് ഉള്ളത് കഴിഞ്ഞ 3 വർഷത്തിൽ നോക്കുമ്പോൾ. പിന്നെ അടുത്ത പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ആണ്, 75% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഫണ്ടമെന്റലി നോക്കുകയാണെങ്കിലും ഈ ഒരു സ്റ്റോക്സ് നല്ല സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് സിങ്ക് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെക്നിക്കലും അതുപോലെ ഫണ്ടമെന്റൽസും നോക്കിയിട്ടാണ് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.